പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, തൈക്കാട് സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സില് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ 2 ക്ലാസ്സോളം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ ഈ 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് സെറ്റ്സിന് അല്ലെങ്കിൽ സെറ്റുകളെ ഏതൊക്കെ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം സെറ്റ് എങ്ങനെ വരും, അതിനകത്തുള്ള മെമ്പേഴ്സിന്റെ പ്രത്യേകതകള്, അതിനകത്തുള്ള അംഗങ്ങള് അതില് ഉള്ളവയാണോ അല്ലാത്തവയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എന്താണ്, ഏതൊക്കെ രീതിക്ക് നമുക്ക് സെറ്റിനെ അവതരിപ്പിക്കും, സെറ്റിനെ നിർവചിക്കുന്ന അല്ലെങ്കിൽ സെറ്റിനെ അവതരിപ്പിക്കേണ്ട രീതികളെ പറ്റിയാണ്. നമുക്ക് 2 രീതിക്ക് സെറ്റുകൾ അവതരിപ്പിക്കും. We can arrange or we can format a set in 2 ways, or there are 2 ways we can use to form any set. നമുക്ക് ഏതൊരു സെറ്റിനെയും ഫോം ചെയ്യിക്കാൻ, ഏതൊരു സെറ്റിനെയും അവതരിപ്പിക്കാൻ 2 മെത്തേഡുകളാണ്, 2 രീതികളാണ്. അപ്പോ 2 മെത്തേഡുകളിലൂടെ നമുക്ക് ഒരു സെറ്റിനെ അവതരിപ്പിക്കാം. ആ 2 മെത്തേഡുകൾ നമുക്ക് നോക്കാം. ഒരു മെത്തേഡ്, അപ്പോ there are 2 methods to represent a set, or a set can be represented through 2 steps or 2 methods. There are 2 methods to represent a set. ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ, ഡിനോട്ട് ചെയ്യാൻ നമുക്ക് 2 രീതികൾ, 2 മെത്തേഡുകൾ അവലംബിക്കാം. അതിലൊന്ന് അറിയപ്പെടുന്നത് റോസ്റ്റർ ഫോം എന്നാണ്. എന്ത് ഫോം എന്നാണ്? റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. പേരിങ്ങനെയാണ്, ടാബുലാർ ഫോം. റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. But there are 2 methods to represent a set. The first method one is roster form or tabular form. Roster ഫോമിലോ ടാബുലാർ ഫോമിലോ ഒരു സെറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരേ മെത്തേഡിന്റെ 2 നെയിമുകളാണ്, 2 പേരുകളാണ്. രണ്ടാമതൊരു മെത്തേഡ് വരുന്നുണ്ട്. ആ മെത്തേഡിന് ഒരൊറ്റ വിളിപ്പേരേ ഉള്ള, അതിങ്ങനെയാണ്, സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ there are 2 methods or 2 ways to represent a set. 2 രീതികളിൽ, 2 മെത്തേഡിലൂടെ അവതരിപ്പിക്കാം ഏതൊരു സെറ്റിനെയും. ഫസ്റ്റ് മെത്തേഡ് എന്ത് ഫോം? റോസ്റ്റർ ഫോം. ആ മെത്തേഡിന്റെ മറ്റൊരു വിളിപ്പേര് ടാബുലാർ ഫോം. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? പഠിച്ചു കഴിഞ്ഞു, സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ 2 മെത്തേഡുകളിലൂടെ ഏതൊരു സെറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവതരിപ്പിക്കാൻ പറ്റും. ഇനി ഈ ഓരോ മെത്തേഡുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകും. നോക്കാം. വലിയ സംഭവത്തിലേക്കൊന്നും, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പറഞ്ഞൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇനി ഓരോ മെത്തേഡുകളെ പറ്റി നമുക്ക് ആധികാരികമായിട്ട് നോക്കാം. അതിലൊന്ന് ഏത് രീതിയാണ്, ഏതാ പറഞ്ഞത്? റോസ്റ്റർ ഫോം. അതിലൊന്നാമത്തെ റോസ്റ്റർ ഫോം. റോസ്റ്റർ റോസ്റ്റർ ഫോം നമ്മൾ നിലവിൽ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം, ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് എക്സാമ്പിൾ ഫോർ റോസ്റ്റർ ഫോം. അപ്പൊ റോസ്റ്റർ ഫോമിന്റെ ആൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞ ചർച്ച ചെയ്ത സെറ്റുകള് എന്തിന് എക്സാമ്പിളുകളാണ്, എന്തിന്റെ ഉദാഹരണങ്ങളാണ് ഒരു റോസ്റ്റർ ഫോമിന്റെ ഉദാഹരണം? ആ സെറ്റ് ഞാനൊന്ന് പറയാം. സെറ്റ് എ ഇസിക്വൽ ടു സെറ്റ് എ ബി സി ഡി എന്ന് വയ്ക്കുക. എ എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി എന്ന് വയ്ക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? സെറ്റിന്റെ നെയിം ഒരു ക്യാപിറ്റൽ ലെറ്റർ, സെറ്റ് ബ്രേസുകൾ കൊണ്ട് കവറപ്പ് ചെയ്തിരിക്കുന്നു.
അതിനകത്ത് വരുന്ന മെമ്പേഴ്സ് എല്ലാം സ്മാൾ ലെറ്റേഴ്സ് ആണ്. അവയെ കോമ ഇട്ട് വേർതിരിച്ചു. അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്രയും പറഞ്ഞതിനകത്തുണ്ട്. ഈ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോസ്റ്റർ. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആൾറെഡി പരിചയപ്പെട്ട മെത്തേഡ് അല്ലെങ്കിൽ അവലംബം ഒരു റോസ്റ്റർ ഫോമിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു ടാബുലർ ഫോമിന് എക്സാമ്പിൾ. ഇങ്ങനെ ഏത് വേണോ നിങ്ങൾക്ക് പറയാം. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് വോവൽസ്, വി കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്തു, ക്യാപിറ്റൽ വി ആണ്. വി സി ഇംഗ്ലീഷ് വോവൽസ് ഏതൊക്കെ മെമ്പേഴ്സ്, ഏതൊക്കെയാണ് എലമെന്റ്സ്, ദ മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് വിച്ച് ഈസ് ആൾസോ വോവൽസ്. അപ്പോൾ ഇംഗ്ലീഷ് വവൽസിലെ സെറ്റിനകത്ത് വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇംഗ്ലീഷ് വവൽസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു 5 എലമെന്റ്സ് ആണ്, 5 ഒബ്ജക്ട്സ് ആണ്. നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ എന്നൊക്കെ പറയും പോലെ കൺസേൺസ് വവൽസ് ആണെന്നാണ് ഇവിടെ പറയുക ഇംഗ്ലീഷില്. അപ്പൊ അതില് എന്താ വവൽസ് സ്വരാക്ഷരങ്ങൾക്ക് തുല്യം. ആരൊക്കെയാണ്? 5 എലമെന്റുകൾ വരുന്നുണ്ട്, എ ഇ ഐ ഒ യു. അപ്പോ വവൽസിനെ എഴുതി അവതരിപ്പിച്ചു. അപ്പൊ വവൽസ് ആയതുകൊണ്ടാണ് വി എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തത്. വേറെ എന്ത് വേണോ കൊടുക്കാം, അത് അതേ ഒരു കാറ്റഗറി ആണ്, അതേ ഒരു പൊതുവായ സ്വഭാവം കാണിക്കുന്നത് വവൽസിന്റെ സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ ഒരു സിനോണിമസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്താണ്? ദീസ് ആർ വവൽസ്. ഇനി വേറെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഇപ്പൊ ഈവൻ നമ്പേഴ്സ്, ഈസ് ഇക്വൽ ടു പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. പോസിറ്റീവ് ഈവൻ നമ്പേഴ്സ് 2, 4, 6 എക്സെട്ര നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ കോമ ഇട്ട് വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈസ് ഇക്വൽ ടു സെറ്റ് ഓഫ് പോസിറ്റീവ് ഈവൻ ഇന്റീജേഴ്സ് എന്നോ ഈവൻ നമ്പേഴ്സ് എന്നോ നമുക്ക് പറയാൻ പറ്റുന്നത് 2, 4, 6 എക്സെട്ര. അവസാനിക്കാത്തതുകൊണ്ടാണ് ബ്രാക്കറ്റ് എന്താണ് ബ്രാക്കറ്റ് എന്ന് എക്സെട്ര ആയിട്ട് നമുക്ക്. അപ്പൊ ഇതൊക്കെ റോസ്റ്റർ ഫോമിന് അല്ലെങ്കിൽ ടാബുലർ ഫോമിന് എക്സാമ്പിളുകളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക്, ഇത് ആൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു എളുപ്പമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റർ ഫോമും എന്താണ് സെറ്റ് ബിൽഡർ ഫോം, രണ്ട് ഫോം നമ്മൾ പഠിക്കാനുള്ളതിൽ ഈ റോസ്റ്റർ ഫോമിനുള്ളൊരു പ്രത്യേകത, ഇതിനകത്ത് വരുന്ന എലമെന്റ് ഏതൊക്കെയെന്ന് ഏറെക്കുറെ നമുക്ക് എന്താണ് പറയാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇവിടെ ഈവൻ നമ്പേഴ്സ് ആണ് എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നെങ്കിലും ഇവിടത്തെ എന്താണ് സംഖ്യകൾ ഏതൊക്കെ വരാമെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ട്. ഇങ്ങനെ കുറച്ച് പ്രത്യേകതകൾ റോസ്റ്റർ ഫോമിനുണ്ട്. പക്ഷേ ന്യൂനതയുണ്ട്, നെഗറ്റീവ്നെസ്സും ഉണ്ട്, ന്യൂനതയുണ്ട്. കുറച്ച് എന്താണ് ഒരു എക്സെപ്ഷണൽ കേസുകൾ റോസ്റ്റർ ഫോമിൽ വന്നു ചേരാണ്. കുറച്ച് പ്രത്യേകത, ഡിസഡ്വാൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ഡിസഡ്വാൻറ്റേജസിൽ നമുക്ക് കാര്യപരമായിട്ട് കാണാൻ പറ്റുന്നത്, ഇപ്പോ ഒരുപാട് വരുന്ന അംഗങ്ങളെ നമ്മൾ ഇതേപോലെ എക്സെട്ര ഇട്ട് വെച്ച് നോക്കുക, എക്സെട്ര ഇട്ട് വെച്ചു, ഒരുപാട് അംഗങ്ങൾ ഇനിയും തുടർന്ന് വരുന്നത്. വേറൊന്ന് ഞാൻ പറയുക, നമ്പർ ഓഫ് ഹെയർസ് ഇൻ അവർ ഹെഡ്, നമ്പർ ഓഫ് ഹെയർസ് തലമുടികൾ എവിടെ ഇൻ അവർ ഹെഡ്, നമ്മളെ തലയില്ല, തലമുടികളുടെ എണ്ണം. നിങ്ങൾക്ക് 1, 2 എന്ന് പറഞ്ഞ അക്കമിട്ട് എത്രയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ പറ്റും. കൃത്യമായിട്ട് നിങ്ങൾക്ക് എണ്ണി അവതരിപ്പിക്കാൻ പറ്റും, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു എന്താണ് കോസ്റ്റൽ ഏരിയ, ഒരു തീരപ്രദേശത്തേക്ക് നിങ്ങൾ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ബീച്ചിലേക്ക്, ശംഖുമുഖം കടപ്പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ കോവളത്തേക്ക് നിങ്ങൾ പോവുകയാണ്, അവിടെ കാണുന്ന മണൽ തരികളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ, അവതരിപ്പിക്കാൻ പറ്റുമോ? ഇതേപോലെ കോമിട്ട് വേർതിരിക്കാൻ പറ്റുമോ? ആ കടലിലെ ജലത്തിലെ എന്താണ് ജല തുള്ളികളുടെ എണ്ണം, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ്. അപ്പം വാട്ടറിനെ തന്നെ നമ്മൾ എന്താണ് H2O എന്നല്ലേ കെമിക്കൽ നെയിം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക, H2O അല്ലേ. അപ്പൊ അതിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ എണ്ണം എത്രയും നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റൂ? ഇല്ല. അത്ര ആ ഒരു കടലാരണ്യത്തിൽ അല്ലെങ്കിൽ കടലിൽ കിടക്കുന്ന ജലതുള്ളികളുടെ എണ്ണവും നമുക്ക് അങ്ങനെ ഇതേപോലെ കോമയിട്ട് വേർതിരിച്ച് മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. അതൊക്കെ നമുക്ക് എന്താണ് കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളായിരുന്നു നമുക്ക് ഇവിടെ ഈ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ പറഞ്ഞു വയ്ക്കാൻ പറ്റും. അങ്ങനെ അത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസ്, കുറച്ച് ന്യൂനതകൾ നമുക്ക് റോസ്റ്റർ ഫോമിൽ കണക്കാക്കാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ആ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അത്തരം ന്യൂനതകൾ ഓവർകം ചെയ്യാൻ വേണ്ടി അത്തരം ചുറ്റുപാടിൽ നമുക്ക് ഒരു സെറ്റിനെ അവതരിപ്പിച്ചേ മതിയാവും ചില സന്ദർഭത്തിൽ. അപ്പൊ അതെങ്ങനെ അവതരിപ്പിക്കേണ്ടി വരും? അതിനാണ് നമ്മൾ തൊട്ട് അടുത്ത രണ്ടാമത്തെ മെത്തേഡ് അവലംബിക്കേണ്ടി വരുന്നത്, സെറ്റ് ബിൽഡർ ഫോം. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടബിളും അൺകൗണ്ടബിളും ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള ഏത് കാര്യത്തെയും നമുക്ക് എന്താണ് വാചകങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കാം,
വാക്കുകളിലൂടെ പറഞ്ഞു വെക്കാം എന്നുള്ളൊരു സാധ്യത നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ എങ്ങനെയാ സെറ്റ് ബിൽഡർ ഫോമിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ് അതില് നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയ റോസ്റ്റർ ഫോമിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ? നമുക്കൊന്ന് നോക്കാം. അതിന് ഞാൻ എഴുതിയ 2 റോസ്റ്റർ ഫോമുമായിട്ട് ബന്ധപ്പെട്ട സെറ്റുകളെ ഞാൻ മാറ്റിട്ടു. അത് വെച്ച് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് വരാം. എങ്ങനെ വരാം? പേരിലൊന്നും ഞാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഒരു കോമൺ നേച്ചർ നമുക്ക് അവിടെ കാണാം. അതായത് പേര് അങ്ങനെ തന്നെയാണ്. പേര് ഇവിടെ ഇപ്പം വി എന്ന് പറഞ്ഞു കൊടുത്തു. അതേ സെറ്റിനെയാണ് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് വിയെ തന്നെ എടുത്തത്. മാറ്റി എഴുതിയെന്ന് പറഞ്ഞും കുഴപ്പമില്ല. അപ്പൊ കൊടുക്കുന്ന ലെറ്ററിന്റെ പ്രത്യേകം നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതേ സ്വഭാവം സെറ്റ് ബിൽഡർ ഫോമിനും റോസ്റ്റർ ഫോമിൽ അല്ലെങ്കിൽ ഏത് സെറ്റിനെ അവതരിപ്പിക്കുമ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുത്തു, ക്യാപിറ്റൽ ലെറ്റർ വി തന്നെ ഉപയോഗിച്ചു. ഓപ്പൺ ബ്രേസ് ഉണ്ടാവും, ഓൺ ഇട്ടു. ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അംഗങ്ങളെ ഇതേപോലെ കോമയിട്ട് വേർതിരിച്ച് എഴുതാറില്ല. ഈ അംഗങ്ങളെ എല്ലാത്തിനെയും പൊതുവിൽ ജനറൽ ആയിട്ട് ഒരു ലെറ്റർ കൊണ്ട് അങ്ങ് സൂചിപ്പിക്കും. ഏതാ അധികം ഉപയോഗിക്കുക? കോമൺ ആയിട്ട് എക്സ് ഉപയോഗിച്ച്. ഇപ്പൊ പണ്ട് മുതലേ നിങ്ങള് പ്രത്യേകിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, പോളിനോമിയൽസ്, അപ്പൊ ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങളില് ഏജുമായിട്ട് ഇപ്പം അച്ഛന്റെ വയസ്സിന്റെ 2/1 അല്ലെങ്കിൽ പകുതിയാണ് മകന്റെ വയസ്സ്, അല്ലെങ്കിൽ ഒരാള് ഇത്ര സമയം കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിക്കുന്നു, അത് കാറിലാണ്, മറ്റൊരാൾ ബൈക്കിലാണ് ഇത്ര ദൂരം സഞ്ചരിച്ചത്, അവര് തമ്മിൽ ഒരേ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങി മറ്റൊരിടത്തേക്ക് എത്താൻ വേണ്ടി ഇത്ര സമയം എടുത്തു എന്നൊക്കെയുള്ള കണക്കൂട്ടൽ വരുന്ന അത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഏതെങ്കിലും ഒരു വേരിയബിൾ, ഒരു ചരത്തിന് ഇന്ന സംഭവം എന്ന് പറഞ്ഞ് അതിന് ആ ചോദ്യത്തിന്റെ പ്രത്യേകത കണ്ടുകൊണ്ട് നമ്മൾ ആ വേരിയബിൾ കൊടുത്തുകൊണ്ട് പരാമർശിക്കും പോലെ ഇവിടെ റോസ്റ്റർ ഫോമിൽ കിടക്കുന്ന അംഗങ്ങളുടെ എല്ലാം കോമൺ പ്രോപ്പർട്ടി, സിനോണിമസ് ക്യാരക്ടർ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ലെറ്ററിൽ കൊണ്ടങ്ങ് ഒതുക്കി വയ്ക്കും. ഇവിടെ ഉപയോഗിക്കുന്ന ലെറ്റർ ആരാണ്? പൊതുവിൽ എടുക്കാറ് എക്സ് ആണ്. വൈ എടുത്തൂടെ? എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ സിലബസിൽ ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പൊതുവിൽ ആദ്യ അവസാനം വരെ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റർ എക്സ് ആയതുകൊണ്ട് അതിനെ പരാമർശിച്ച് പോകുന്നു. ഒരു കാര്യം ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കട്ടെ എന്നും കൂടെ കണക്കാക്കിയിട്ടാണ് നോക്കാം. അപ്പോ എക്സ്, അതായത് ഇവിടെ കാണുന്ന വവൽസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് എ ഇ ഐ ഒ യു ഈ 5 ലെറ്റേഴ്സിനെയും വവൽസിനെയും കൂടെ ഒരുമിച്ച് ഒരേ സ്വഭാവം പുലർത്തുന്നവയാണ് സെറ്റിൽ വരിക എന്നുള്ളതും നമുക്കറിയാം. അതിനെ എല്ലാത്തിനെയും കൂടെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് എക്സ് എന്ന് പറഞ്ഞ ലെറ്ററോട് സൂചിപ്പിച്ചു. അപ്പൊ ഇത്രയും ഭാഗത്തെ എന്തെന്ന് വിളിക്കുമെന്നറിയോ? ഇത്രയും ഭാഗത്തെ മാത്രമായിട്ട് നമ്മൾ എങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ ഇത്രയും നമ്മൾ എഴുതിയോളൂ. എന്തെഴുതി? ഓപ്പൺ ബ്രേസും കൊടുത്ത് എക്സ് വരെ എഴുതി. അപ്പം ഇത്ര മാത്രമായ ഇത്രയും പോർഷൻ, ഇതുവരെയുള്ള ഇത്രയും പോർഷനെ മാത്രമായിട്ട് എന്ത് വിളിക്കും? എങ്ങനെ? ഓപ്പൺ ബ്രേസും കൊടുത്ത് ഒരു വേരിയബിളും എഴുതി. ഇത്രയും പോർഷനെ മാത്രമായിട്ട് നമ്മൾ വിളിക്കുന്നത് ദ സെറ്റ് ഫോർ ആൾ സെറ്റ് ഫോർ ആൾ എക്സ്. ഇതെന്നാ വിളിക്കുന്നത്? ദ സെറ്റ് ഓഫ് ആൾ എക്സ്. സെറ്റ് ഫോർ അല്ല, ക്ഷമിക്കുക, സെറ്റ് ഓഫ് ആൾ എക്സ്. ദ സെറ്റ് ഓഫ് ആൾ എക്സ്. ദ സെറ്റ് ഓഫ് ആൾ എക്സ്. വേറെ കാര്യം പറയാൻ ഇങ്ങനെ മനസ്സിൽ വന്നു, അതുകൊണ്ടാണ് അവിടെ മാറ്റിയൊരു പ്രയോഗം വന്നു പോയത്, ക്ഷമിക്കുക. ദ സെറ്റ് ഓഫ് ആൾ എക്സ്. അതിൽ തന്നെ ഉണ്ടൊരു കാര്യം. എന്താണ്? സെറ്റിൽ വരുന്ന എല്ലാ എക്സുകളും ഇതിലെ ഓരോ അംഗത്തെയും ഡിനോട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ദ സെറ്റ് ഓഫ് ആൾ എക്സ്. ഈ സെറ്റിലുള്ള എലമെന്റ് എല്ലാം എക്സിൽ വന്ന് നിൽക്കുന്നു. ദ സെറ്റ് ഓഫ് ആൾ എക്സ്. അതിനുശേഷം ഇത്രയും എഴുതിയിട്ട് ഇതിപ്പോ എന്താണെന്ന് മനസ്സിലായതും കൈവിട്ടു പോയാ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുപോയാ? നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുപോയാ? റോസ്റ്റർ ഫോം കണ്ട് അതെങ്ങനെ എഴുതി അവതരിപ്പിക്കുമെന്നും കണ്ട് അത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്താ കാര്യം? അതേ മെത്തേഡുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്.
ഫോമായിട്ട് വേർതിരിക്കണം. ഓപ്പൺ ബ്രേസ് ക്ലോസ്ഡ് ബ്രേസും ഉണ്ട്. കാര്യങ്ങളെല്ലാം കണ്ടതാണ്. അതുകൊണ്ടാണ് ആവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്തി പോയത്. ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് സെറ്റ് ബിൽഡർ ഫോം, അതിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോസ്റ്റർ ഫോം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു എന്താണ് ഇംഗ്ലീഷ് വവൽസിന്റെ ആ ലെറ്റേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇട്ടു. അതിൽ നിന്നുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എത്തിയത്. അപ്പോൾ അതിന് പേര് കൊടുത്തു. അതിനുശേഷം ഓപ്പൺ ബ്രേസ് ഇതുപോലെ തന്നെ ഉണ്ട്. ഇതിൽ അംഗങ്ങളെല്ലാം പൊതുവിലെ സൂചിപ്പിക്കുന്ന ആ ഒരു ലെറ്ററിനോട് കൊണ്ടുവന്നു, സ്മോൾ ലെറ്റർ എക്സ്. അതിനെങ്ങനെ വിളിക്കണമെന്നുള്ളതുമായി. ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഇത്ര നേരമായിട്ട് പറഞ്ഞത്. സംശയം ഇല്ലെന്ന് കരുതുന്നു. തുടർന്ന് പോവാമെന്ന് വിചാരിക്കും. ഇനി ഇതിന് ശേഷം ഒരു കോളൻ കൂടെ. ഇതുവരെയുള്ളതിന്റെ വിളിപ്പേര് പറഞ്ഞത് എന്താണ്? ദ സെറ്റ് ഓഫ് ആൾ എക്സ്. ഒരു കോളം ഇട്ടതിന് ശേഷം ഈ കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സച്ച് ദാറ്റ്. എന്താണ് സച്ച് ദാറ്റ്? ആരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കോളം രണ്ട് കുത്തിടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് വേർഡ് അല്ലെങ്കിൽ എന്തായാലും അതിനെ വിളിക്കുക സച്ച് ദാറ്റ് എന്നാണ്. അപ്പോ ഇതിനകത്ത് വരുന്ന എലമെന്റ് എല്ലാം എക്സിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്നു. സച്ച് ദാറ്റ് അതിന്റെ പ്രത്യേകത. സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ആ കോമൺ പ്രത്യേകതയും കൂടെയാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ ഈ എലമെന്റ് എല്ലാം ആ സിനോണിമസ് ക്യാരക്ടർ എന്താണ് ഒബേ ചെയ്യുന്നു. Or the elements consist of a synonymous forms or synonymous character or synonymous in nature. ആ നാച്ചുറിനെ എല്ലാം കോമൺ ആയിട്ട് എക്സ് എന്ന് പറയുന്ന ലെറ്ററിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് ഒതുക്കി വെച്ചു. ഇനി ആ എക്സിന്റെ പ്രത്യേകത എന്ത്? എങ്ങനെയുള്ള പൊതു സ്വഭാവങ്ങളാണ് എക്സിലേക്ക് കൊണ്ടുവന്നത്? ആ എക്സിന് നിദാനമായ കോമൺ പ്രോപ്പർട്ടി എന്താണ്? എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോ എലമെന്റ് എല്ലാം വന്ന് കോമൺ ആയിട്ട് ചെന്നെത്തിയത് എക്സിൽ. ആ എക്സിന് നിദാനമായ കോമൺ പ്രോപ്പർട്ടി എന്തായിരുന്നു? എക്സ് ഈസ് എ വവൽ. ഒരു ഇംഗ്ലീഷിലെ ഒരു വവൽ ആണ് ഈ പ്രോപ്പർട്ടി വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിലുള്ള അംഗങ്ങളെല്ലാം വവൽസുകളാണ്. അപ്പൊ എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവലാണ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത്ര മാത്രമായിട്ട് നമുക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവും അംഗങ്ങൾ ആരായിരിക്കും, എലമെന്റ്സ് ആരായിരിക്കും? എ ആയി പോയി. അപ്പൊ ഇതാണ് സെറ്റ് ബിൽഡർ ഫോമിന്റെ പ്രത്യേകത. ഇപ്പോ നേരത്തെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് ഇവിടെ ഇല്ല. ഊഹിച്ചാൽ മനസ്സിലാവും. നമ്പർ ഓഫ് ഹെയർസ് ഇൻ അവർ ഹെഡ്. നമ്മളെ തലയില്ല, മുടികളുടെ എണ്ണം. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസ് വേർഡിലായിട്ട് ഇവിടെ അങ്ങ് എഴുതിക്കൂടെ? പറ്റും. ഇവിടുത്തെ അംഗങ്ങളെ കോമായിട്ട് വേർതിരിക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഇവിടെ പറ്റും. ഇവിടെ സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ വവൽസ് ആർക്ക് അറിഞ്ഞൂടാ, കോമായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ മുടികളുടെ എണ്ണം എടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ എണ്ണം എന്താണ് അക്കമിട്ട് നേരത്തെ എഴുതാൻ പറ്റൂ? മണൽത്തരികളുടെ എണ്ണം ഇതേപോലെ എഴുതാൻ പറ്റുമോ? മഴ പെയ്യുന്നു, എത്ര ഉണ്ട്, തുള്ളികളുണ്ട്, മഴത്തുള്ളികളാണ് അങ്ങനെ വീണുകൊണ്ടിരിക്കുക നമ്മളെ മുറ്റത്തേക്ക്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂ? പോട്ട് രാത്രിയൊക്കെ തന്നെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ആ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റൂ? ഇല്ല. അപ്പൊ അത്തരത്തിലൊക്കെ തുടങ്ങിയിട്ട് ഇൻഫിനിറ്റീവ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ പൊതുവിൽ നമുക്ക് എവിടെ അവതരിപ്പിക്കാൻ അത്ര കണ്ട് വിഷമമില്ല. അത്ര വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമമില്ല, അങ്ങനെ അല്ല. പൊതുവിൽ നമുക്ക് അത്തരം സന്ദർഭത്തിൽ പോലും ആരുടെ സഹായം തേടാം, ഏത് ഫോമിൽ എഴുതാം എന്നുള്ളതാണ് സെറ്റ് ബിൽഡർ ഫോമിൽ. അപ്പോ അവിടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് ഇവിടെ അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് എന്തിനാ സാധൂകരിക്കുന്നതാണ് സെറ്റ് ബിൽഡർ ഫോമിൽ. ഇവിടെ തന്നെ എഴുതാം. ഇവിടെ വേണമെങ്കിൽ ഇപ്പം വി എന്ന് തന്നെ പേര് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ ഇപ്പൊ ഹെയർ മുടികളുടെ എണ്ണം അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നമ്പർ ഓഫ് ഹെയർസ് ഇൻ അവർ ഹെഡ്. കഴിഞ്ഞു. അപ്പൊ അത് സെറ്റ് ബിൽഡർ ഫോമിനെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ തിരിച്ച് റോസ്റ്റർ ഫോമിലാണെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പൊ റോസ്റ്റർ ഫോമിൽ നിൽക്കാത്തത് കൊണ്ടായിരിക്കണം എന്തുകൊണ്ടോ നമുക്ക് രണ്ടാമത്തെ മെത്തേഡും കൂടെ അവലംബിക്കേണ്ടതായിട്ട് വന്നു സെറ്റിനെ സംബന്ധിച്ച്. കാരണം ഈ രണ്ട് ഫോമിൽ അല്ലെങ്കിൽ മെത്തേഡ് മതി സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഇതിനപ്പുറം ഒന്നും വേണ്ട. അപ്പൊ റോസ്റ്റർ ഫോമിൽ ഒരു ഡിസഡ്വാൻറ്റേജ് വന്നു, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനടുത്ത രീതിയിലേക്ക് വന്നു. എന്ത്? സെറ്റ് ബിൽഡർ ഫോം.
ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ പരിചയപ്പെടാമെന്ന് വിചാരിക്കും. അതിങ്ങനെയാണ്. ഒരു ചോദ്യം വരിക. അതിനു മുമ്പ് ഇതിനെ മുഴുവനായിട്ടും വായിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതുവരെ നമ്മൾ പറയുന്നതാണ് സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ബാക്കി അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത്രയും വായിക്കുന്നത് വേണം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റി എഴുതാനും പറ്റും. എങ്ങനെയാണ്? ആ പേര് അതേപോലെ കൊടുത്തു, ഇതിനകത്ത് പറഞ്ഞിരിക്കും ഇംഗ്ലീഷ് വവൽസ് ആണ്. ഇംഗ്ലീഷ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പം എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ വരുന്ന വവൽസ് ഏതൊക്കെയാണ് നമുക്ക് എഴുതാം. എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞാൽ നമ്മൾ കോമയിട്ട് വേർതിരിച്ച് എഴുതുമ്പോൾ എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞ് കോമയിട്ട് വേർതിരിച്ച് എഴുതുമ്പോൾ അതെന്തായി റോസ്റ്റർ ഫോം ആയി എന്നുള്ളതാണ്. ശരി, ഞാൻ പറഞ്ഞു വന്ന ആ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ദയവായി കണ്ടുകൊണ്ടിരിക്കുന്നവര് ഈ കൂട്ടത്തില് ഇവ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോയാൽ അടുത്ത ദിവസത്തെ നമ്മളെ ക്ലാസ്സിന് അത് സുഖമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സംശയങ്ങളുണ്ടെങ്കിൽ അതേസമയം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ അല്ലാണ്ടൊക്കെ വിളിച്ച് നിങ്ങൾക്ക് തിരക്കി അപ്പോഴപ്പോഴുള്ളത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും. ഒരു നോട്ട്ബുക്ക് കൂടെ മേസിന്റെ ക്ലാസ്സുകളിൽ കയ്യിൽ വെച്ചിരിക്കുന്നതിൽ തെറ്റില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെടാം. ചോദ്യം എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഈവൻ ഇന്റീജേഴ്സ് less than 7. The set of all positive even integers less than 7. Less than 7. 7 കുറവായ പോസിറ്റീവ് ഈവൻ ഇന്റീജേഴ്സ്. പോസിറ്റീവ് അതിസംഖ്യകളായിരിക്കണം, ഈവൻ ഇരട്ട സംഖ്യകളായിരിക്കണം, ഇന്റീജേഴ്സ് ആയിരിക്കണം. അങ്ങനെ ഒരു സെറ്റ് ഫോം ചെയ്യിക്കണം. ദ സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് ഈവൻ ഇന്റീജേഴ്സ് ലെസ് ദാൻ 7. ലെസ് ദാൻ 7. 7 കുറവായ. അപ്പൊ ആദ്യത്തെ മെത്തേഡായ റോസ്റ്റർ ഫോമിൽ നമുക്ക് ഇതിനെ ഒന്ന് പറഞ്ഞു നോക്കാം. റോസ്റ്റർ ഫോമിൽ ഒന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെ പറയാം? ഈവൻ ഇന്റീജേഴ്സ് അല്ലേ, ഇ എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു പോവാം. ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഈവൻ ഇന്റീജേഴ്സ്. അപ്പൊ തുടങ്ങുന്ന ഇന്റീജേഴ്സ് തുടങ്ങുന്ന പ്രത്യേകിച്ച് ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ തുടങ്ങുന്ന ഏതിലാണ്? 2, 4, 6, 2, 4, 6 എക്സെട്രയുടെ ആവശ്യം ഇവിടെ ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലെസ് ദാൻ 7. 7 കുറവ്. 7 താഴെ നിന്നാൽ മതി. അപ്പൊ 7 കുറവാകുന്നത് കൊണ്ട് ആ ഒരു കാരണം കൊണ്ട് 6 വരെ 6 വരെ നമ്മൾ പറഞ്ഞത്. കാരണം ബിക്കോസ് ഇറ്റ് ലെസ് ദാൻ 7. 7 കുറവായതുകൊണ്ട് നമ്മൾ ഏതൊരു പറഞ്ഞു നിർത്തി? 2, 4, 6 2, 4, 6. അപ്പൊ ഈവൻ നമ്പേഴ്സ് ആണോ? ആണ്. ലെസ് ദാൻ 7 ആണോ? ആണ്. പോസിറ്റീവ് നമ്പേഴ്സ് തന്നെയാണോ എഴുതിയത്? ആണ്. പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ പോസിറ്റീവ് ഈവൻ ഇന്റീജേഴ്സ് ലെസ് ദാൻ 7. അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇനി എങ്ങനെ ഇതിനെ ഈ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതും? എങ്ങനെ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതും? ഞാനിപ്പോ മാച്ചപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു സംഭവം കിട്ടിക്കാണും. എന്താണ്? നിങ്ങൾ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോഴത്തേക്ക് ഇത്രയും സംഭവങ്ങൾ കോമൺ ആണ്. നിങ്ങൾ ഏത് എഴുതി നോക്ക്, സെറ്റ് ബിൽഡർ ഫോമുമായിട്ട് ബന്ധപ്പെട്ട് എന്താ എഴുതി നോക്ക്. ഓപ്പൺ ബ്രേസിൽ തുടങ്ങും. ദ സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എന്ന് പറഞ്ഞ് ബാക്കി നോക്കും. അപ്പൊ ഇവിടുത്തെ ചോദ്യം തന്നെ അവിടെ പരാമർശിച്ച് നോക്കുക. എങ്ങനെയാണ്? അപ്പൊ സെറ്റ് അതിന്റെ പേര് ഇ എന്ന് പറഞ്ഞ് എഴുതി. അതങ്ങനെ എഴുതി. ഇ ഈസ് ഈക്വൽ ടു ഓപ്പൺ ബ്രേസ് ഇട്ട് ഈ സംഖ്യകളെല്ലാം പൊതുവില് എവിടെ വന്ന് ക്രോഡീകരിച്ചു, കേന്ദ്രീകരിച്ചു? എക്സിൽ കേന്ദ്രീകരിച്ചു. അപ്പൊ സെറ്റ് ഫോർ ആൾ എക്സ് സച്ച് ദാറ്റ് ആ എക്സിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ഈസ് എ സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് ഈവൻ ഇന്റീജേഴ്സ് ലെസ് ദാൻ 7. ലെസ് ദാൻ 7. കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. വേർഡ്സിലല്ലേ സെറ്റ് ബിൽഡർ ഫോമിൽ അവതരിപ്പിക്കൂ. അത് അവിടെ എഴുതേണ്ട വേർഡ്സ് കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. ഇതിനടുത്ത് ഇനി അവിടെ പ്രതീക്ഷിച്ചാൽ പോരെ, മതി. അപ്പോ the set for all x such that x is a set of all positive even integers less than 7. brace close ചെയ്യാം. ഇതിനിടയ്ക്ക് വേറൊരു കാര്യവും കൂടി. അധികവും നിങ്ങൾ ടെക്സ്റ്റിലോ മറ്റു മുമ്പ് പഠിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്ബുക്കുകളോ മറ്റോ നിങ്ങൾ കൈവശം എത്തിയാൽ അവിടെ ഇതിന് പകരം ലെസ് ദാൻ 7 പകരം ഒരു കോമ ഇട്ടതാണ് എങ്ങനെ എഴുതിയിരിക്കും? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എങ്ങനെയായിരിക്കും? എക്സ് ഈസ്
7 ഇങ്ങനെ ആയിരിക്കും കാണുക. നേരത്തെ ഞാൻ അവിടെ ഒരു വേർഡ്സിൽ എഴുതി, ആ വേർഡ്സിന്റെ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് x is less than 7. ഞാൻ എന്തുകൊണ്ട് അവിടെ വേർഡ്സിൽ ആദ്യമേ എഴുതി? ചിലവർക്ക് ഈ സിമ്പൽ ഇടുന്നത് തെറ്റാണ്. വലുതേത് ചെറുതേതെന്ന് ഇപ്പോഴും അറിയത്തില്ല. അതെങ്ങനെയാ തിരിച്ചറിയാ? ഇത് ലെസ് ദാൻ, ഇതാണെങ്കിൽ ഗ്രേറ്റർ ദാൻ. ഈ വായ തുറന്നിരിക്കുന്ന ഭാഗത്താണ് ഗ്രേറ്റർ എന്ന് ആലോചിക്കുക. ഗ്രേറ്റർ വലിയ ഭാഗം ഈ വായ തുറന്നിരിക്കുന്ന. ഒരു ഉദാഹരണം പറഞ്ഞ എക്സിന്റെ വില 90 കാട്ടിയും വലുതാണ്. എക്സിന്റെ വില 90 വലുതാണ്. എങ്ങനെ? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 90. എങ്ങനെ? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 90. തിരിച്ചെങ്ങനെ പറയാം? 90 ഈസ് സ്മാളർ ദാൻ എക്സ്. 90 എക്സിനെ കാട്ടിയും ചെറുതാണ്. അല്ലെങ്കിൽ എക്സിനെ വെച്ച് പറഞ്ഞാൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 90. എക്സ് 90 കാട്ടിയും വലുതാണ്. അപ്പൊ വലുതായി എക്സ്. അപ്പൊ എക്സിന്റെ ഭാഗം വായ തുറന്നിരിക്കും. അതാ ഇങ്ങനെ എഴുതും. തിരിച്ചായി പോയാൽ തെറ്റി. ഇവിടെ ആരായി വലുത്? 90 ആയി. അപ്പൊ വായ തുറന്നിരിക്കുന്ന ഭാഗം വലിയ സംഖ്യയായിട്ട് വരും. അങ്ങനെ കൃത്യമായിട്ട് സിമ്പൽ ഇടാൻ പറ്റുമെങ്കിൽ മാത്രമേ അങ്ങനെ ഇടാവൂ. ഇല്ലെങ്കിൽ വേർഡ്സിൽ എഴുതി പോവുക, തെറ്റിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ വേർഡ്സിൽ ആദ്യമേ അങ്ങ് പറഞ്ഞു പോയത്. അപ്പോൾ ഇവിടെ എക്സിന്റെ ഭാഗം വായ തുറന്നിരിക്കുക. അതിന്റെ അർത്ഥം എക്സ് ആണ് വലുത്. 90 കാട്ടിയും വലിയ സംഖ്യയാണ്. 91, 92 പോലുള്ള വലിയ സംഖ്യയിലേക്ക് എക്സ് പോകും. ഇങ്ങനെ തിരിച്ചായാൽ എക്സിനെയും എക്സ് എന്ന് പറയുന്നത് 90 കാട്ടിയും ചെറുതായി പോയി. അതായത് 89, 88, 50, 40 അങ്ങനെ ചെറിയ ഏതോ സംഖ്യയാണ് എക്സ്. അതുകൊണ്ട് സിമ്പൽ ഇടുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. മാറില്ല എന്ന് കരുതുന്നു. കാര്യം നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ 2 മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്? റോസ്റ്റർ ഫോം. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് മനസ്സിലായി. നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലെ സമയവും പറഞ്ഞു പോകുന്ന കാര്യത്തിനും കുറച്ച് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അല്പമായിട്ട് പറഞ്ഞു പോകുന്നത്. അത് എല്ലാവർക്കും മനസ്സിലാവേണ്ടതുള്ളത് കൊണ്ടാണ്. ചിലർക്ക് 1-2 തവണയൊക്കെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ നീട്ടി അല്ലെങ്കിൽ വാരി വലിച്ച് പറയും പോലെയൊക്കെ ചിലർക്ക് തോന്നും. പക്ഷെ എല്ലാവരെയും നമ്മൾ മാനിക്കേണ്ടതുള്ളത് കൊണ്ടാണ്. നമ്മളെ മനസ്സിന് പറയുന്ന എന്നെപ്പോലുള്ള അധ്യാപകരെ സംബന്ധിച്ച് എന്താണ് ഒരു സംതൃപ്തി എന്നുള്ളത് ഒരു ഘടകമാണ്. കാരണം എന്നെ സംബന്ധിച്ച് 10 കുട്ടികൾ കേട്ടാലും 100 കുട്ടികൾ കണ്ടാലും അത്രയും കുട്ടികൾക്കും എത്ര ആൾക്കാരാണോ അത് വീക്ഷിക്കുന്നത് എല്ലാവർക്കും പരമാവധി മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ചിലർ കാണുമ്പോഴത്തേക്കും ഇപ്പം വലിച്ചു നീട്ടുകയാണോ സാറ് ഇത്രയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടാകുന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലെങ്കിലും തോന്നും. അതിന്റെ കാര്യം ഇതാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് കരുതുന്നു. വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാറുമുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾ അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ്